ഹലോ ഫ്രണ്ട്സ്, ഞാൻ യോഗയെ പറ്റി ഒരു വാക്ക് പറഞ്ഞോട്ടെ. യോഗ നമ്മുടെ രക്തത്തെ നമ്മൾ ശ്വാസം ഒരു പ്രത്യേക സ്ഥലത്ത് നല്ലതുപോലെ ഇൻഹെയിൽ ചെയ്ത് ലോങ് ആയിട്ട് ഇൻഹെയിൽ ചെയ്യുകയും ലോങ് ആയിട്ട് എക്സൈൽ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഓക്സിജൻ നമ്മുടെ ലങ്സിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് ബ്ലഡിനെ ശുദ്ധീകരിക്കുന്നു. എക്സൈൽ ചെയ്യുമ്പോഴാണ് വേസ്റ്റ് നമ്മൾ ഒരു സാധാരണ ശ്വാസത്തിൽ നമ്മൾ 30% നമുക്ക് ഓക്സിജൻ കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ശ്വാസകോശം ഒരു വലിയ നിവർത്തി വെച്ച ഒരു വലിയ സ്റ്റാൻഡേർഡ് ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും വിസ്താരമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതി നമ്മൾ ശ്വാസം വലിക്കുമ്പം നമുക്ക് നോർമൽ ബ്രീത്തിങ് നമുക്ക് 30% ഓക്സിജനും 30% വേസ്റ്റേജ് ഗ്യാസസും കാർബൺ ഡൈ ഓക്സൈഡുമേ പുറത്തു പോവുകയുള്ളൂ. പക്ഷേ നമ്മൾ യോഗയിൽ വളരെ റെഗുലേറ്റ് ചെയ്ത് ദീർഘമായ ഇൻഹലേഷനും ദീർഘമായ എക്സലേഷനുമാണ്. അപ്പോൾ നമുക്ക് വേസ്റ്റേജ് ഗ്യാസസും കാർബൺ ഡൈ ഓക്സൈഡും ധാരാളമായി പുറത്തോട്ട് പോകും. ഓക്സിജൻ ധാരാളമായിട്ട് അകത്തോട്ട് കയറും. കുറച്ച് നേരം നമ്മൾ വിത്ത്ഹെൽഡ് ചെയ്യുന്നുണ്ട് എയറിനെ. നമ്മൾ കുറച്ച് നേരം എയറിനെ പിടിച്ചു വെക്കുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡിൽ ഓക്സിജൻ എക്സ്ചേഞ്ച് നടത്തി നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും, ബ്ലഡ് ശുദ്ധീകരിക്കും. അങ്ങനെ ബ്ലഡ് ശുദ്ധീകരിക്കുമ്പോഴാണ് നമ്മുടെ ഹെൽത്ത് വർദ്ധിക്കുന്നത്. പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് ഈസ് ഹെൽത്ത്. അത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഹലോ ഫ്രണ്ട്സ്, നമുക്ക് യോഗയുടെ നഴ്സറി ക്ലാസ്സിലേക്കാകട്ടെ. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് യോഗ പഠിക്കാം. ഇപ്പം ആദ്യം ലൂസനിങ് എക്സസൈസ് എന്ന് പറയും. നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മളൊരു പ്രത്യേക യോഗയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകമായിട്ട് ഓരോ അവയവവും ഫ്ലെക്സിബിൾ ആക്കണം. വളരെ ചെറുതാണ്, വളരെ സിമ്പിളാണ്. ഞാൻ കാണിക്കാം. പാർട്സ് ബൈ പാർട്ടായിട്ട് കാല്, കൈകൾ, കഴുത്ത്, ഷോൾഡേഴ്സ് ഇതെല്ലാം ചെറുതായിട്ട് ഫ്ലെക്സിബിൾ ആക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്.
സിമ്പിളായുള്ള ശിഥിലീകരണ വ്യായാമം തീർന്നു. നെക്സ്റ്റ് നമുക്ക് യോഗ തുടങ്ങാം. അടുത്ത ക്ലാസ് യോഗ തുടങ്ങാം.